കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായാ പതയേ നമ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ഇന്ന് നമ്മൾ അധ്യാത്മരാമായണം യുദ്ധകാണ്ഡത്തിലത്തെ 11-ാം സർഗം തുടങ്ങുകയാണ്. അതിൽ ശിവൻ ശ്രീപാർവതിയോട് പറയണതായിട്ടുള്ളത് തുടങ്ങാം. ശ്രീ മഹാദേവ ഉവാച ഇത്യുക്ത്വാ വചനം പ്രേംണ രാജ്ഞിം മണ്ഡോദരിം തദാ രാവണ പ്രയയൗ യോദ്ധും രാമേണ സഹ സംയുഗേ. രാജ്ഞിം മണ്ഡോദരിയും, രാജ്ഞിയായ മണ്ഡോദരിയോട് പ്രേംണ വളരെ സ്നേഹത്തോടുകൂടി പ്രേമത്തോടുകൂടി ഇതി വചനം ഇപ്രകാരമുള്ള വചനത്തെ തഥാ ഉക്ത രാവണൻ പറഞ്ഞതാണല്ലോ നമ്മൾ നിർത്തിയത്. സംയുഗേ യുദ്ധത്തിൽ രാമേണ സഹ രാമനോടുകൂടെ യുദ്ധം ചെയ്യുവാനായിക്കൊണ്ട് രാവണ പ്രയയൗ രാവണൻ പോയി. അതായത് മണ്ഡോദരിയോട് നമ്മൾ കഴിഞ്ഞ സർഗത്തിൽ പറഞ്ഞുല്ലോ, 10-ാം സർഗത്തിൽ അങ്ങനെ മണ്ഡോദരിയോട് സ്നേഹപൂർവ്വം പറഞ്ഞ് സമാധാനിപ്പിച്ചതിന് ശേഷം രാമനോട് യുദ്ധം ചെയ്യാനായിട്ട് രാവണൻ പോയി. ശ്രീ മഹാദേവ ഉവാച ഇത്യുക്ത്വാ വചനം പ്രേംണ രാജ്ഞിം മണ്ഡോദരിം തദാ രാവണ പ്രയയൗ യോദ്ധും രാമേണ സഹ സംയുഗേ. ഇനി 2, 3, 4 ഒരു വരിയും. ദൃഢം സ്യന്തനമാസ്ഥായ വൃതോ ഘോരൈർനിശാചരൈ ചക്രൈ ഷോഡശഭിര്യുക്തം സവരൂഥം സകൂബരം പിശാചവദനൈർഘോരൈ ഖരൈര്യുക്തം ഭയാവഹം സർവാസ്ത്രശസ്ത്രസഹിതം സർവോപസ്കരസംയുതം നിശ്ചക്രാമാഥ സഹസാ രാവണോ ഭീഷണാകൃതി ഘോരൈഹി നിശാചരി. അതായത് ഭയങ്കരമായിട്ടുള്ള രാക്ഷസന്മാരാൽ വൃത ചുറ്റപ്പെട്ട്, അതായത് കുറേ രാക്ഷസന്മാരെ കൂട്ടിക്കൂടെ ഭയങ്കരന്മാരായിട്ടുള്ളവരെ ഭീഷണാകൃതി കണ്ടാൽ പേടിയവും അങ്ങനത്തെ ആകൃതിയോട് കൂടിയിരിക്കുന്ന രാവണൻ ഷോഡശഭി ചക്രൈ, ദേഷ്യം വന്നിട്ടുണ്ടല്ലോ, ഭയങ്കര ദേഷ്യം ഉണ്ടല്ലോ. ഷോഡശഭി ചക്രയുക്തം 16 ചക്രങ്ങളോട് കൂടിയതും പിശാചവദനൈ പിശാചുക്കളുടെ മുഖം പോലെ ഇരിക്കുന്ന മുഖങ്ങളോട് കൂടിയും ഘോരൈഹി ഖരൈഹി യുക്തം ഭയങ്കരങ്ങളായിരിക്കുന്ന ഖരങ്ങളോടുകൂടിയതും സവരൂഥം രഥത്തോടുകൂടിയതും കൂബരത്തോട്, അതായത് കോൽമരോ ഒറ്റയാണത്, കൂബരത്തോടു കൂടിയതും ഭയാവഹം ഭയത്തെ ജനിപ്പിക്കുന്നതും സർവശസ്ത്രാസ്ത്ര സഹിതം എല്ലാ അസ്ത്രങ്ങളും നിറഞ്ഞതും സർവോപസ്കര സംയുതം സകല യുദ്ധസാമഗ്രികളോടു കൂടിയതും ദൃഢം സ്യന്തനം നല്ല ദൃഢമായിട്ടുള്ള രഥത്തെ ആസ്ഥായ കയറിയിട്ട് സഹസ പെട്ടെന്ന് നിശ്ചക്രാമ പോയി. 16 ചക്രാണ് ഈ രാവണൻ്റെ രഥം. രാവണൻ ഇപ്പം ഉപയോഗിക്കുന്ന രഥത്തിന് എത്ര ചക്രാണെന്നറിയോ? 16 ചക്രങ്ങളുള്ളതും പിന്നെ ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട് പിശാചുക്കളുടെ മുഖം പോലെ ഇരിക്കുന്ന മുഖങ്ങളോടുകൂടിയ ഈ കുതിരയോ കഴുതയോ എന്തിനാ വെച്ചാൽ അതിനെ പൂട്ടിയിരുന്നത്. അതിൻ്റെ മുഖം തന്നെ പിശാചുക്കളെ പോലെയാണ്. പിന്നെ രഥത്തിലൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട്. രഥത്തിൻ്റെ രക്ഷയ്ക്ക് ആവശ്യമുള്ള എല്ലാ യുദ്ധസാമഗ്രികളും സകല യുദ്ധ സാമഗ്രികളും അസ്ത്രങ്ങളും കാണുന്നവർക്ക് ഭയത്തെ ജനിപ്പിക്കുന്നതുമായ അത്ര ഉറപ്പുള്ള തേരിലിരുന്ന് ഭയങ്കരന്മാരായ രാക്ഷസന്മാരെയും കൊണ്ട് ഈ അതിഭയങ്കര ശരീരത്തോടു കൂടിയ ഈ രാവണൻ വീണ്ടും വിചാരമൊന്നുമില്ലാതെ പെട്ടെന്ന് ഒന്നും ആലോചിക്കാതെ ആ രഥത്തിൽ കയറിയിട്ട് യുദ്ധക്കളത്തിലേക്ക് പുറപ്പെട്ടു, അല്ലെങ്കിൽ പോയി. 16 ചക്രണ്ട്. പേടിയവും കണ്ടാൽ അങ്ങനത്തെ കുതിരകളാണ്, കുതിരയോ കോവർ കഴുതയോ എന്താ വെച്ചാൽ അതിനെ വലിക്കണത്. സകല തരത്തിലുള്ള അമ്പുകളും എല്ലാം അതിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. സകല യുദ്ധസാമഗ്രികളും സജ്ജീകരിച്ചിട്ടുണ്ട്. പിന്നെ കൂടെ അനവധി ഭയങ്കര കണ്ടാൽ പേടിയാവുന്ന രാക്ഷസന്മാരും ഉണ്ട്. അങ്ങനെ ഒന്നും ആലോചിക്കാതെ അതിൽ കയറിയിട്ട് രാവണൻ പോയി. അപ്പം
ദൃഢം സ്യന്തനമാസ്ഥായ വൃതോ ഘോരൈർനിശാചരൈ ചക്രൈ ഷോഡശഭിര്യുക്തം സവരൂഥം സകൂബരം പിശാചവദനൈർഘോരൈർഖരൈര്യുക്തം ഭയാവഹം സർവാസ്ത്രശസ്ത്രസഹിതം പലതരത്തിലുള്ള അസ്ത്രങ്ങളെ സർവോപസ്കര സംയുതം എല്ലാ യുദ്ധത്തിനും വേണ്ട എല്ലാ സാമഗ്രികളും നിശ്ചക്രാമാഥ സഹസ പെട്ടെന്ന് പറയണേ എന്താ അർത്ഥച്ചാൽ വീണ്ടും വിചാരമില്ലാതെ ശ്രീരാമനോട് യുദ്ധം ചെയ്യാൻ പോണത് ഒരു സാഹസല്ലേ എന്നാലോചിക്കാതെ പെട്ടെന്ന് രാവണൻ പുറപ്പെട്ടു പോയി. ആയാന്തം രാവണം ദൃഷ്ട്വാ ഭീഷണം രണകർക്കശം സന്ത്രസ്താഭൂത്തദാ സേന വാനരീ രാമപാലിത. രണകർക്കശം യുദ്ധത്തിൽ ദയയില്ലാത്തവനും ഭീഷണം ഭയങ്കരനും ആയാന്തം അവരുടെ നേർക്ക് വരുന്നവനുമായ രാവണൻ ദൃഷ്ട്വാ രാവണനെ കണ്ടിട്ട് രാമപാലിത രാമനാൽ പരിപാലിക്കപ്പെടുന്ന വാനരീ സേന വാനര സൈന്യം സന്ത്രസ്താഭൂത് പേടിച്ചു. വാനന്മാർക്ക് പാവം വാനന്മാർക്ക് കണ്ടപ്പോൾ പേടി രാവണനെ കണ്ടപ്പോഴേ. യുദ്ധത്തിൽ അതായത് യുദ്ധത്തിൻ്റെ കാര്യത്തിൽ ആരോടും ഒരു തരത്തിലുള്ള ദയം കാണിക്കാതെ എല്ലാവരെയും നിർദ്ദയം കൊല്ലുന്ന ആളാണ് രാവണൻ എന്നറിയാം. അങ്ങനെയുള്ളവനും ഭയങ്കര സ്വരൂപനുമായിട്ടുള്ള രാവണൻ ഈ വാനന്മാരെ നേരിട്ട് വരുന്നത് കണ്ടപ്പോൾ ഈ രാമനാൽ രക്ഷപ്പെട്ടവരാണെങ്കിലും ആ വാനരന്മാരൊക്കെ വല്ലാതെ ഭയപ്പെട്ടു. ആയാന്തം രാവണം ദൃഷ്ട്വാ ഭീഷണം രണകർക്കശം സന്ത്രസ്താഭൂത്തദാ സേന വാനരീ രാമപാലിത. ഹനുമാനഥ ചോൽപ്ലുത്യ രാവണം യോദ്ധുമായയൗ ആഗത്യ ഹനുമാൻ രക്ഷോ വക്ഷസ്യതുലവിക്രമ മുഷ്ടിബന്ധം ദൃഢം ബദ്ധ്വാ താഴയാമാസ വേഗത. അഥ ഹനുമാൻ അപ്പം ഹനുമാൻ എന്താ ചെയ്ത ഉൽപ്ലുത്യ നല്ലോണം ഉയരത്തേക്ക് ചാടിയിട്ട് രാവണനോട് യുദ്ധം ചെയ്യാനായിക്കൊണ്ട് ആയയോ. ഹനുമാന് പേടിയൊന്നും ഉണ്ടായില്ല. ഹനുമാൻ വേഗം മുകളിലേക്ക് നല്ല ഉയരത്തിലേക്കാണ് ചാടിയിട്ട് രാവണൻ്റെ നേരെ യുദ്ധത്തിന് അങ്ങോട്ട് പുറപ്പെട്ടു. അതുലവിക്രമ ഹനുമാൻ അതായത് അതുല്യ പരാക്രമത്തോടു കൂടിയ ഹനുമാൻ ആഗമിച്ചിട്ട് മുഷ്ടിബന്ധം അതായത് ഫിസ്റ്റോൻ്റെ മുഷ്ടി കൊണ്ട് ദൃഢം ബന്ധിച്ചിട്ട് വേഗത ശക്തിയോടുകൂടെ രക്ഷോവക്ഷസി ഈ രാവണൻ്റെ വക്ഷസിൽ താടയാമാസ അടിച്ചു. ഹനുമാൻ രാവണനെ കണ്ട ഉടനെ ആകാശത്തിലേക്ക് ചാടിയിട്ട് രാവണനോട് യുദ്ധം ചെയ്യാനായിട്ട് പോയി. കൈ ബലമായി ചുരുട്ടിപ്പിടിച്ച് അതുല്യപരാക്രമിയായിട്ടുള്ള ഹനുമാൻ അങ്ങേയറ്റം ശക്തിയോടുകൂടി രാവണൻ്റെ മാറത്ത് ഇടിച്ചു എന്ന്. അതാണ് താടയാമാസ അടിച്ചു. അപ്പോൾ ഹനുമാനഥ ചോൽപ്ലുത്യ ചാടിയിട്ട് രാവണം യോദ്ധുമായയോ ആഗത്യ ഹനുമാൻ രക്ഷോ വക്ഷസ്യ അതുലവിക്രമ മാർത്തക്ക അടിച്ചേട്ടോ മുഷ്ടിബന്ധം ദൃഢം ബദ്ധ്വാ താടയാമാസ വേഗത. ഇനി തേന മുഷ്ടിപ്രഹാരേണ ജാനുഭ്യാമപതദ്രഥേ മൂർച്ഛിതോതമുഹൂർത്തേന രാവണ പുനരുത്ഥിത ഉവാച ച ഹനുമന്തം ശൂരോസി മമ സമ്മത. തേന മുഷ്ടിപ്രഹാരേണ ആ ഹനുമാന്റെ മുഷ്ടിപ്രഹാരം കൊണ്ട് ജാനുഭ്യാം മുട്ടുകൾ കൊണ്ട് രഥേ അപതത് മുട്ടുകുത്തി രഥത്തിൽ വീണു. ആര്? രാവണൻ. മൂർച്ഛിത മോഹാത്സ്യപ്പെട്ട് വീണു. മുഹൂർത്തേന അത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഉത്ഥിത പിന്നെയും എഴുന്നേറ്റ രാവണൻ മമ എനിക്ക് എന്താ പറഞ്ഞ എനിക്ക് സമ്മതഃ ശൂര അസി നീ ശൂരനാണെന്ന് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഹനുമാനോട് പറയാ. ഹനുമന്തം ഹനുമാനോട് ഉവാച നീ ശൂരൻ തന്നെയാണ് എന്ന് ഞാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെയും പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു. അതായത് ആ കൈകൊണ്ടുള്ള മാറത്തുള്ള അടി കൊണ്ടിട്ട് രാവണൻ ഹനുമാൻ്റെ അടി കൊണ്ടിട്ട് രാവണൻ 2 മുട്ടുകളും കുത്തി തേരിൽ വീണു. മോഹാത്സ്യപ്പെട്ടു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ബോധം വന്ന് നീട്ട രാവണൻ നീയൊരു ശൂരൻ തന്നെയാണ് ഞാൻ സമ്മതിച്ചിരിക്കണു എന്ന് ഹനുമാനോട് പറഞ്ഞു.
തേന മുഷ്ടിപ്രഹാരേണ ജാനുഭ്യാമപതദ്രഥേ മൂർച്ഛിതോത മുഹൂർത്തേന രാവണ പുനരുത്ഥിത ഉവാച ച ഹനുമന്തം ശൂരോസി മമ സമ്മത ഹനുമാനാഹതം ധിഗ്മാം യത്വം ജീവസി രാവണ ത്വം താവന്മുഷ്ടിനാ വക്ഷോ മമ താടയ രാവണ പശ്ചാന്മയാ ഹതപ്രാണാൻ മോക്ഷ്യസേ നാത്ര സംശയ. ഹനുമാൻ തമാഹ, ഹനുമാൻ അപ്പോൾ രാവണനോട് പറഞ്ഞു, രാവണ, യത്വം ജീവസി, ഏത് കാരണം കൊണ്ട് നീ ജീവിക്കുന്നുവോ, തത് മാം ധിക്, അത് ഹേതുവായിട്ട് എനിക്കായിക്കൊണ്ട് നിന്ദ ഭവിക്കട്ടെ. താവത്വം, ഇപ്പോൾ നീ മുഷ്ടിന, മുഷ്ടി കൊണ്ട് മാ വക്ഷ, എൻ്റെ മാറിനെ താടയ, എൻ്റെ മാറത്ത് അടിച്ചാലും, പശ്ചാത് അനന്തരം മയാഹത, എന്നാൽ താടിക്കപ്പെട്ടവനായിട്ട്, ത്വം പ്രാണാൻ മോക്ഷസേ, നിന്റെ പ്രാണൻ വിട്ടുപോവും, അത്ര സംശയ ഇതിൽ സംശയമില്ല. എന്താ പറഞ്ഞറിയോ അപ്പോൾ ഹനുമാൻ രാവണനോട്, രാവണ, ഞാൻ ശൂരനല്ല, നീ പറഞ്ഞുവല്ലോ നീ ശൂരനാണെന്ന് സമ്മതിച്ചു എന്ന് പറഞ്ഞുവല്ലോ, ഞാൻ ശൂരനല്ല, ഞാൻ നിസ്സാരനാണ്. എന്താ വച്ചാൽ എൻ്റെ മുഷ്ടിയുടെ താടനം ഏറ്റിട്ടും നീ ജീവിക്കണ്ടല്ലോ. അപ്പം എനിക്ക് പോരാ ശക്തി, നല്ല ശക്തി ഉണ്ടായിരുന്നു വെച്ചാൽ ഒറ്റയടിക്ക് നീ ചത്തേനെ. നീ ശൂരനാണെന്ന് നീ പറഞ്ഞു, എന്നോട് പറഞ്ഞുവല്ലോ രാവണ, ഞാൻ ശൂരനാണ് പറഞ്ഞില്ലേ, പക്ഷെ ഞാൻ അത്ര ശൂരനല്ല. എന്നാൽ എന്താ കാരണം വെച്ചാൽ എൻ്റെ മുഷ്ടിയുടെ താടനായിട്ടിട്ട് നീ ജീവിക്കണ്ടല്ലോ, നീ മരിച്ചില്ലല്ലോ. ആട്ടെ രാവണ, നീ എൻ്റെ മാറത്ത് ഒന്ന് അടിക്കൂ നിൻ്റെ കൈ കൊണ്ട്, മുഷ്ടി കൊണ്ട്. അതിന് ശേഷം ഞാൻ അടിക്കുമ്പോൾ ഉണ്ടല്ലോ, അപ്പം നിൻ്റെ പ്രാണൻ പോവും. ആദ്യത്തെ അടിക്ക് നിൻ്റെ പ്രാണൻ പോയില്ല, എന്നാൽ നീ എൻ്റെ മാറത്തൊന്ന് നീ ഇടിക്കേ. ആ ഇടി കഴിഞ്ഞ് ആ ദേഷ്യത്തിൽ ഞാൻ നിന്നെ ഒന്ന് ഇടിക്കണ സമയത്ത് നിൻ്റെ പ്രാണൻ പോവും, എനിക്കൊരു സംശയമില്ല എന്ന് പറഞ്ഞു. ഹനുമാനാഹതം ദിഗ്മാം യത്വം ജീവസി രാവണ ത്വം താവൻ മുഷ്ടിനാ വക്ഷോ മമ താടയ രാവണ പശ്ചാന്മയാ ഹതപ്രാണാൻ മോക്ഷ്യസേ നാത്ര സംശയ. ഇനി 10-11 കേട്ടോ. തഥേതി മുഷ്ടിനാ വക്ഷോ രാവണേന അഭിതാഡിത വിഘൂർണമാന നയന കിഞ്ചിൽ കശ്മലമായയൗ സംജ്ഞാമവാപ്യ കപിരാട് രാവണം ഹന്തുമുദ്യത തതോന്യത്ര ഗതോ ഭീത്യ രാവണോ രാക്ഷസാധിപ. തഥാ ഇതി, ശരി എന്ന് പറഞ്ഞിട്ട്, ശരി ഞാൻ നിന്നെ ഇടിക്കാം, അത് കഴിഞ്ഞ് നീ എന്നെ ഇടിക്കാം എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് രാവണനാലും മുഷ്ടി കൊണ്ട് വക്ഷഹ താഡിത. അപ്പോൾ രാവണൻ ഹനുമാൻ്റെ മാർത്തയ്ക്ക് ഇടിച്ചു. വിഘൂർണമാന നയന, ചുറ്റിത്തിരിയുന്ന കണ്ണുകളോടുകൂടിയവനായിട്ട്. വിഘൂർണമാന ചെന്താ അങ്ങനെ കണ്ണുരുട്ടി അത്രയ്ക്ക് വേദനിച്ചിട്ടേ. കിഞ്ചിൽ കശ്മലം, അല്പം കഷ്ടത്തെ ആയയവും പ്രാപിച്ചു. കുറച്ച് വേദനിച്ചു, കണ്ണൊക്കെ ബോധം കെടാൻ ഭാവിച്ചു. കണ്ണൊക്കെ ഉരുട്ടി, അതായത് ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞു കണ്ണൊക്കെ. പിന്നെ കുറച്ചൊന്ന് വേദനിച്ചു, നല്ലോണം കണ്ണൊക്കെ അങ്ങനെ ചുറ്റിത്തിരിയുകയൊക്കെ ചെയ്തു. ഹനുമാൻ്റെ. എന്നിട്ടോ കിഞ്ചിൽ കശ്മലം, അല്പം കഷ്ടപ്പാട് അനുഭവിച്ചു. ആയയോ പ്രാപിച്ചു. സംജ്ഞാം അവാപ്യ, പിന്നെ ബോധം കിട്ടിയിട്ട് കപിരാട്ട് എന്ന് പറഞ്ഞാൽ ഹനുമാൻ, അതായത് വാനരശ്രേഷ്ഠൻ, രാവണം ഹന്തും, രാവണനെ കൊല്ലാനായിക്കൊണ്ട് ഉദ്യമിച്ചു. രാക്ഷസാധിപ രാവണ. അപ്പം എന്താ ചെയ്ത രാവണൻ? ഭീത്യ, ഭയത്തോടുകൂടി, തതഹ അന്യത്ര ഗത, അവിടെ നിന്ന് വേറൊരിടത്തേക്ക് പോയി പേടിച്ചിട്ട്. എന്താ പറയണ വെച്ചാൽ നോക്കൂ, എന്താ ഹനുമാൻ്റെ ശക്തി. അത് എന്നെ ഇടിച്ചോളൂ പറഞ്ഞുല്ലോ, ഞാൻ അങ്ങ് ഇടിച്ചിട്ട് മരിച്ചില്ല, അപ്പോൾ ഒന്നും കൂടി അങ്ങ് എന്നെ ഒന്ന് ഇടിക്കും, അപ്പം ഞാൻ ഒന്നും കൂടി ഇടിക്കുമ്പോൾ നിൻ്റെ ജീവൻ പോകുന്നല്ലേ പറഞ്ഞേ. അപ്പോൾ ശരി, അങ്ങനെ ആവട്ടെ പറഞ്ഞ് രാവണൻ ഹനുമാൻ്റെ മാറിൽ മുഷ്ടി കൊണ്ട് ഇടിച്ചു. ഇടി അങ്ങോട്ട് കൊണ്ടപ്പോൾ ഹനുമാൻ്റെ കണ്ണുകളൊക്കെ ഇങ്ങോട്ട് ചുറ്റിത്തിരിഞ്ഞു. അതായത് ഒന്ന് ലേശം ബോധം കെട്ടു. വേഗം തന്നെ ബോധം തിരിച്ച് കിട്ടിയിട്ട് നീട്ടിട്ട് ഈ വാനരാധിപനായിട്ടുള്ള ഹനുമാൻ രാവണനെ അടിക്കാനായിട്ട് അങ്ങോട്ട് പുറപ്പെട്ടു. അപ്പോഴേക്കും ഈ രാവണൻ പേടിച്ചിട്ട് ആ നിന്നേർന്ന സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഓടിപ്പോയി, ഹനുമാനെ പേടിച്ചിട്ട്.
തഥേതി മുഷ്ടിനാ വക്ഷോ രാവണേനാഭിതാഡിതാ വിഘൂർണമാനനയന കിഞ്ചിൽ കശ്മലമായയൗ സംജ്ഞാമവാപ്യ കപിരാട് രാവണം ഹന്തുമുദ്യത തതോന്യത്ര ഗതോ ഭീത്യാ രാവണോ രാക്ഷസാധിപ. ഇനി ഹനുമാനങ്കദശ്ചൈവ നളോ നീലസ്തഥൈവ ചത്വാര സമരേ താവദ് ദൃഷ്ട്വാ രാക്ഷസപുങ്കവാൻ അഗ്നിവർണം തഥാ സർപ്പരോമാണം ഖൽഗരോമകം തഥാ വൃശ്ചികരോമാണം നിർജഗ്നുക്രമശോസുരാൻ തച്ചത്വാരശ്ചതുരോ ഹത്വാ രാക്ഷസാൻ ഭീമവിക്രമാൻ സിംഹനാദം പൃഥക് കൃത്വാ രാമപാർശ്വമുപാഗതാഹ. അഗ്നിവർണം, അഗ്നിയുടെ വർണ്ണമുള്ള തഥാ അപ്രകാരം സർപ്പരോമാണം, സർപ്പരോമാവ്, ഖൽഗരോമകം, ഖൽഗരോമാവ്, തഥാ അപ്രകാരം വൃശ്ചികരോമാണം, തേളിൻ്റെ പോലെ ഉള്ള രോമമുള്ളവരെ ഒക്കെ പേരുകളാണ് രാക്ഷസന്മാരുടെ. പിന്നെ രാക്ഷസ പുങ്കുവാൻ, രാക്ഷസശ്രേഷ്ഠന്മാർ, അവരുടെ പേരുകളാണ് കേട്ടോ ഇതൊക്കെ. അങ്ങനത്തെ അസുരന്മാരെ താവത് സമരെ, അപ്പോൾ യുദ്ധത്തിൽ ഹനുമാനും അങ്കദാച്ച, അങ്കദൻ അതായത് ബാലിയുടെ മകൻ, നള വേറൊരു വാനരനാണ്, നളനും നീലനും നിർജഗ്നു കൊന്നൂന്ന്. ചത്വാര 4 പേർ ക്രമത്തിൽ ചതുരഹത്വ 4 പേരെ ഹനിച്ചിട്ട് പൃഥക് സിംഹനാദം കൃത്വ ഉറക്ക ശബ്ദം ഉണ്ടാക്കിയിട്ട് വെവ്വേറെ, അതായത് ഓരോരുത്തരും ഉറക്ക ശബ്ദം ഉണ്ടാക്കിയിട്ട് രാമപാർശ്വം രാമസമീപത്തെത്തി ഉപഗത്വ, രാമസമീപത്തെ ഉപഗത്വ മീൻസ് രാമൻ്റെ അടുത്തെത്തി. എന്താ പറഞ്ഞതിലറിയോ? ഈ ഹനുമാനും അങ്കദനും നളനും നീലനും ഒക്കെ വലിയ വാനര പ്രമുഖന്മാരാണ് കേട്ടോ. ഹനുമാൻ, അങ്കദൻ, നളൻ, നീലൻ. അവർ 4 പേര് അഗ്നിവർണ്ണൻ, സർപ്പരോമാവ്, ഖൽഗരോമാവ്, വൃശ്ചികരോമാവ് എന്ന പേരുകളോടുകൂടിയ രാക്ഷസ പ്രമുഖന്മാരെ ക്രമത്തിൽ കൊന്നു. അതായത് ഈ സർപ്പരോമം ചെന്ന സർപ്പത്തിൻ്റെ പോലുള്ള രോമം ഉള്ള രാക്ഷസൻ, വേറൊന്ന് ഖൽഗരോമാവ് അതായത് വാള് പോലുള്ള രോമം, പിന്നൊന്ന് വൃശ്ചികരോമാവ് തേളിൻ്റെ പോലുള്ള രോമം, ഇങ്ങനത്തെ ഉള്ള, പിന്നെ ഒന്ന് അഗ്നിവർണ്ണൻ സ്വർണത്തിൻ്റെ അത്ര ഭയങ്കര ശക്തിയുള്ള രാക്ഷസന്മാർ. അവരെയൊക്കെ ഈ 4 പേര് ഹനുമാനും അങ്കദനും നളനും നീലനും ആ 4 പേരെയും കൊന്നു. ഹനുമാൻ അഗ്നിവർണ്ണനെയും അങ്കദൻ സർപ്പരോമാവിനെയും നളൻ ഖൽഗരോമാവിനെയും നീലൻ വൃശ്ചികരോമാവിനെയും കൊന്നു എന്നർത്ഥം. ആ 4 വാനരന്മാർ ഇവരെ സംഹരിച്ച് സന്തോഷം ആയിട്ട് ഉറക്കെ ഗർജിച്ചു 4 പേരും വേറെ വേറെ. എന്നിട്ട് ശ്രീരാമൻ്റെ അടുത്തേക്ക് വന്നു ചേർന്നു. ഹനുമാൻ അങ്കദശ്ചൈവ നളോ നീലസ്തഥൈവ ചത്വാര സമരേ താവദ് ദൃഷ്ട്വാ രാക്ഷസപുങ്കവാൻ അഗ്നിവർണം തഥാ സർപ്പരോമാണം ഖൽഗരോമകം തഥാ വൃശ്ചികരോമാണം നിർജഗ്നുക്രമശോസുരാൻ ചത്വാരശ്ചതുരോ ഹത്വാ രാക്ഷസാൻ ഭീമവിക്രമാൻ സിംഹനാദം പൃഥക് കൃത്വാ രാമപാർശ്വം ഉപാഗത. രാമൻ്റെ അടുത്തേക്ക് വന്നു. ഇനി 15. തഥാ ക്രുദ്ധോ ദശഗ്രീവ സന്ദശ്യ ദശനച്ഛദം വിവൃത്യ നയനേ ക്രൂരോ രാമമേവാന്വധാവത. അതിനുശേഷം അതിനുശേഷം ക്രുദ്ധ ദശഗ്രീവ, ദേഷ്യം വന്ന, ഓഫ് കോഴ്സ് തൻ്റെ ആൾക്കാരെ കൊന്ന ദേഷ്യം വരുമല്ലോ, രാവണൻ ദശനച്ഛദം അതായത് ചുണ്ടിനെ കടിച്ചിട്ട്, സന്ദശ്യ ദശനച്ഛദം സന്ദശ്യ ചാലെന്താ ചുണ്ട് കടിച്ചിട്ട് ദേഷ്യം വരുമ്പോഴേ നയനെ 2 കണ്ണുകളെ വിവൃത്തിയ വട്ടം ചുഴറ്റിയിട്ട് ക്രൂരൻ ആ ക്രൂരനായിട്ടുള്ള രാവണൻ രാമം രാമനെ തന്നെ അന്വധാവത രാമൻ്റെ പിന്നാലെ ചെന്നു. അതായത് രാമനെ കൊല്ലാനായിട്ടേ. ഹനുമാൻ മുതലായ ഈ വാനര വീരന്മാർ ഈ 4 രാക്ഷസന്മാരെ കൊന്നതറിഞ്ഞിട്ട് അതികഠിനമായിട്ട് കോപിച്ച രാവണൻ 2 കണ്ണുകളും ചുഴറ്റിക്കൊണ്ട് ചുണ്ടും കടിച്ചുകൊണ്ട് ശ്രീരാമൻ്റെ നേർക്ക് പാഞ്ഞെത്തി. തതക്രുദ്ധോ ദശഗ്രീവ സന്ദശ്യ ദശനച്ഛദം വിവൃത്യ നയനേ ക്രൂരോ രാമേമേവാന്വധാവത. ദശഗ്രീവോ രഥാസ്ഥസ്തു രാമം വജ്രോപമൈഃ ശരൈ ആജഘാന മഹാഘോരൈർ ധാരാഭിരിവതോ യദാ രാമസ്യ പുരതഃ സർവാൻ വാനരാനഭിവിവ്യധേ. രഥസ്ഥ ദശഗ്രീവ രഥത്തിലിരിക്കുന്ന ഈ രാവണനാകട്ടെ
മഹാഘോരൈഹി വജ്രോപമൈഹി ശരൈ അതിഭയങ്കരങ്ങളും വജ്രായുധത്തിന് തുല്യമായുമായുള്ള അമ്പുകൾ കൊണ്ട് തോയത മേഘം ധാരാഭി ഇവ. എങ്ങനെയാണ് മേഘം മഴ വർഷിക്കുക, അതുപോലെയാണ് ഈ വജ്രതുല്യമായിട്ടുള്ള അമ്പുകൾ വർഷിക്കുന്നത്. രാമം ആജഘാന, രാമനെ ആഹനിച്ചു, അടിച്ചു. രാമസ്യ പുരത, രാമൻ്റെ പുരോഭാഗത്തിൽ സർവാൻ വാനരാൻ അഭി, സർവവാനരന്മാരെയും വിവ്യഥെ മുറിപ്പെടുത്തി. എന്താ അറിയോ വിവ്യഥയെ പറഞ്ഞു വെച്ചാൽ വ്യഥ ഉണ്ടാക്കി മുറിപ്പെടുത്തിയെന്ന്. അതായത് തേരിലിരുന്ന് യുദ്ധത്തിന് ഒരുങ്ങിയിട്ട് രാവണൻ ശത്രുക്കൾക്കൊക്കെ പേടിയാവണ തരത്തിൽ വജ്രതുല്യങ്ങളായിട്ടുള്ള ശരങ്ങൾ കൊണ്ട് എങ്ങനെയാണ് മേഘം മഴ വർഷിക്കുക അതുപോലെ രാവണൻ ശരവർഷം ചെയ്തു എന്ന്. ഇടവിടാതെ രാമനെ മേലിക്ക് അമ്പുകൾ അയച്ചു. മഴ പെയ്യണ പോലെ വജ്രതുല്യമായിട്ടുള്ള ദിവ്യമായിട്ടുള്ള അസ്ത്രങ്ങളെ രാവണൻ മഴ പെയ്യണ പോലെ ശരവർഷമായിട്ട് രാമൻ്റെ നേർക്കയച്ചു. രാമൻ്റെ മുൻഭാഗത്ത് നിൽക്കണ സർവ്വവാനരന്മാർക്ക് മുറിയായി. രാമനെ രക്ഷിച്ചുകൊണ്ട് ചുറ്റും നിൽക്കണ വാനരന്മാർക്ക് മുഴുവൻ വിവ്യഥയെ പറഞ്ഞില്ലേ, അവരുടെ മേലൊക്കെ മുറിവായി. ദശഗ്രീവോ രഥസ്ഥസ്തു രാമം വജ്രോപമൈ ശരൈ ആജഘാന മഹാഘോരൈർധാരാഭിരിവതോയത രാമസ്യ പുരത സർവാൻ വാനരാനഭിവിവ്യഥേ തതപ്പാവകസങ്കാശൈ ശരൈഃ കാഞ്ചനഭൂഷണൈ അഭ്യവർഷദ്രണേ രാമോ ദശഗ്രീവം സമാഹിത. തഥാ രാമ, അപ്പം രാമൻ എന്താ ചെയ്ത, സമാഹിത നല്ല മനസ്സ് വെച്ചിട്ട് കാഞ്ചനഭൂഷണൈ സ്വർണം കൊണ്ട് അലങ്കരിച്ചതും പാവകസങ്കാശി അഗ്നിതുല്യങ്ങളുമായ ശരൈഹി ശരങ്ങൾ കൊണ്ട് രണേ യുദ്ധത്തിൽ ദശഗ്രീവം ദശകന്ധനെ, അതായത് ദശകന്ധരനെ വെച്ചാൽ രാവണനെ അഭിവർഷിച്ചു. അങ്ങോട്ടും അതെ രാമൻ അപ്പം എന്താ ചെയ്തത്, രാമൻ നല്ലോണം യുദ്ധത്തിൽ മനസ്സുറപ്പിച്ചിട്ട് സ്വർണം കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന അഗ്നിക്ക് സദൃശങ്ങൾ അഗ്നിതുല്യമായ ബാണങ്ങൾ കൊണ്ട് രാവണൻ്റെ മേലും അഗ്നിതുല്യങ്ങളായ ബാണങ്ങളാൽ വർഷിച്ചു. ശരവർഷം അങ്കിടും ചെയ്തു. തതപ്പാവകസങ്കാശൈ ശരൈഃ കാഞ്ചനഭൂഷണൈ ആഭ്യവർഷദ്രണേ രാമോ ദശഗ്രീവം സമാഹിത രഥസ്ഥം രാവണം ദൃഷ്ട്വാ ഭൂമിസ്ഥം രഘുനന്ദനം ആഹൂയ മാതലിം ശക്രോ വചനം ചേതമബ്രവീത്. രഥസ്ഥം രാവണൻ, രഥത്തിലിരിക്കുന്ന രാവണനെയും ഭൂമിസ്ഥം രഘുനന്ദനം, ഭൂമിയിൽ നിൽക്കണ ശ്രീരാമൻ രഥത്തിലല്ല, ഭൂമിയിലാണ് നിൽക്കണ, ഭൂമിയിൽ നിൽക്കുന്ന ശ്രീരാമനെയും ദർശിച്ചിട്ട് ശക്ര ഇന്ദ്രൻ മാതലിയെ ആഹൂയ, മാതലിയോട് പറഞ്ഞു, ഇന്ദ്രൻ്റെ തേരാളിയാണ് മാതലി. ഇന്ദ്രൻ കണ്ടു രാവണൻ രഥത്തിലാണ് നിൽക്കണത്, ഭഗവാൻ നിരത്തും. അപ്പോൾ ഇന്ദ്രൻ അത് കണ്ടപ്പോൾ തൻ്റെ സാരഥിയായിട്ടുള്ള മാതലിയോട് ഇതം വചനം, ഈ വചനത്തെ അബ്രവീത് പറഞ്ഞു. അതായത് രാവണൻ തേരിലിരിക്കുകയാണ്, ശ്രീരാമൻ താത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ ദേവേന്ദ്രൻ മാതലി തൻ്റെ തന്നെ എന്താണ് തേര് തെളിക്കുന്ന ആളാണ്, സാരഥിയാണ്, മാതലിയെ വിളിച്ചിട്ട് പറഞ്ഞു, ദേവേന്ദ്രൻ്റെ സാരഥിയെ വിളിച്ചിട്ട് ദേവേന്ദ്രൻ ഇപ്രകാരം പറഞ്ഞു. രഥസ്ഥം രാവണം ദൃഷ്ട്വാ ഭൂമിസ്ഥം രഘുനന്ദനം ആഹൂയ മാതലിം ശക്രോ വചനം ചേതമബ്രവീത് രഥേന മമ ഭൂമിഷ്ഠം ശീഘ്രം യാഹി രഘുത്തമം ത്വരിതം ഭൂതലം ഗത്വാ കുരു കാര്യം മമാനഘ. ഹേ അനഘ മീൻസ് പാപമില്ലാത്തവനെ, അതായത് മാതലിയോട് പറയാണ്, മമ രഥേന എൻ്റെ രഥം എടുത്തിട്ട് ഭൂമിഷ്ഠം രഘുത്തമ ഭൂമിയിൽ നിൽക്കുന്ന എന്താണ് ശ്രീരാമനെ ശീഘ്രം യാഹി വേഗം പ്രാപിച്ചാലും എൻ്റെ രഥം എടുത്തിട്ട് പൊക്കോളൂ. ഭൂമിയിൽ രഥമില്ലാതെ നിൽക്കുകയാണ് ശ്രീരാമൻ, അതുകൊണ്ട് അങ്ങോട്ട് പൊക്കോളൂ. ത്വരിതം ഭൂതലം ഗത്വ വേഗം ഭൂമിയിലേക്ക് പോയിട്ട് മമ കാര്യം കുരു, ഞാൻ പറഞ്ഞ കാര്യം ചെയ്യാൻ. അതായത് ഹേ മാതലേ എൻ്റെ തേരോടുകൂടി നീ വേഗം ഭൂമിയിൽ ചെന്ന് യുദ്ധം ചെയ്യണ, ശ്രീരാമൻ്റെ അടുത്തേക്ക് പൊക്കോളൂ. ഭൂമിയിൽ വേഗം പ്രവേശിച്ചിട്ട് യുദ്ധത്തിൽ ശ്രീരാമന് വേണ്ട സഹായമൊക്കെ നീ ചെയ്യണം. രാവണവധം എനിക്കും ആഗ്രഹമുള്ള കാര്യമാണ്, അതുകൊണ്ടാണ് വേഗം പോകാൻ പറഞ്ഞത്. അതായത് തേരില്ലാതെ ശ്രീരാമനെ കണ്ടപ്പോൾ തേരും മാതലയും കൂടി കൊടുത്തയച്ചു.
വേഗം പോകാൻ പറഞ്ഞു. രഥേന മമ ഭൂമിഷ്ഠം ശീഘ്രം യാഹി രഘുത്തമം ത്വരിതം ഭൂതലം ഗത്വാ കുരു കാര്യം മമാനഖ. അതായത് എൻ്റെയും കാര്യം തന്നെയാണ്, എനിക്കും പിന്നെ രാവണൻ നശിക്കണം തന്നെയാണ് മോഹം. ഭൂമിയുടെ ഭാരം തീർക്കാനും ദുഷ്ടനാണല്ലോ. 20 കൂടി വായിച്ചു നിർത്താം. ഏവമുക്തേത തം നത്വാ മാതലിർദേവസാരഥി തതോ ഹയൈശ്ച സംയോജ്യ ഹരിതൈശ്ചന്ദനോത്തമം. ഏവമുക്ത ഇപ്രകാരം പറയപ്പെട്ട ദേവസാരഥി മാതലി, ഇന്ദ്രൻ്റെ സാരഥിയായിട്ടുള്ള മാതലി അധത്വം നത്വ വേഗം ഇന്ദ്രനെ നമസ്കരിച്ചിട്ട് ഉത്തമമായ രഥത്തെ ഹരിതൈഹി ഹയൈഹി പച്ച നിറമുള്ള കുതിരകളെയും കെട്ടിയിട്ട് സംയോജ്യ കെട്ടിയിട്ട് പോയില്ല, കൂട്ടിക്കെട്ടി എന്ന് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ദേവേന്ദ്രൻ്റെ തേരാളിയായിട്ടുള്ള മാതലി ദേവേന്ദ്രൻ്റെ ആജ്ഞ അനുസരിച്ച് ഉടനെ പച്ച നിറത്തിലുള്ള ഇന്ദ്രൻ്റെ കുതിരകളെ ആ ഉത്തമമായ രഥത്തിൽ വേണ്ടതുപോലെ പൂട്ടിക്കെട്ടി എന്ന് പറയാൻ നമ്മുടെ നിർത്താം. എന്നിട്ട് പിന്നെ അതും കൊണ്ട് ഭൂമിയിലേക്ക് വരും. ആരെ സഹായിക്കാൻ? ശ്രീരാമന്. ഏവമുക്തേഥ തം നത്വാ മാതലിർദേവസാരഥി തതോ ഹയൈശ്ച സംയോജ്യ ഹരിതൈസ്യന്ദനോത്തമം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഗുരുവായൂരപ്പ ശരണം.